സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പൊടുന്നിനെ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ഇതിൽ ഒരു കാരണവശാലും അമേരിക്കയെ കുറ്റം പറയാൻ കഴിയില്ല. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുകയും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം കാട്ടിയത് ഇറാനാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയത്. അമേരിക്ക പിന്നെ ഇറാൻ്റെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരുന്നു. അതായത് സ്വിറ്റ്സർലൻഡിൽ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം സ്വിറ്റ്സർലൻഡിലെത്തുന്നു, ഇറാൻ്റെ സംഘം സ്വിറ്റ്സർലൻഡിലെത്തുന്നു. പിന്നീട് ആയത്തുള്ള ഖമേനിയുടെ അന്തിമ ചടങ്ങുകൾ അല്ലെങ്കിൽ ആയത്തുള്ള ഖമേനിയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോഴാണ് താൽക്കാലികമായി ചർച്ചകൾ നിർത്തിവച്ചിരുന്നത്. ആ സമയത്താണ് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇറാനുമായി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, ഇറാനുമായി ചർച്ചകൾ നടത്തുക എന്ന് പറഞ്ഞാൽ സമയം കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇറാന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളിതാ പ്രതികരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആദ്യ ദിവസം തന്നെ 85ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് സൂചന. അങ്ങനെയാണ് പുറത്തു വന്ന വാർത്ത. ഈ ആക്രമണം ഇപ്പോഴും അമേരിക്ക അവസാനിപ്പിച്ചിട്ടില്ല. തന്ത്രപ്രധാനമായ മേഖലകളിൽ ആക്രമണം തുടരുകയാണ്. ഈ ആക്രമണം ഇപ്പോൾ ഈ ആയത്തുള്ള ഖമേനിയുടെ ഖബറടക്കത്തിന് ശേഷവും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഇറാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. രണ്ടു പ്രധാനപ്പെട്ട റെയിൽവേ പാലങ്ങളാണ് അമേരിക്ക മിസൈൽ ഉപയോഗിച്ച് തകർത്തത്. ഈ രണ്ട് റെയിൽവേ പാലങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളാണത്. ഈ രണ്ട് പാലങ്ങളും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് പാലങ്ങളും ബന്ധിപ്പിക്കുന്നത് ഇറാനെ ചൈനയുമായും ഒന്ന് റഷ്യയുമായിട്ടാണ്. അതായത് ഇറാനെ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. ഇറാന് ആയുധങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ മറ്റ് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ യുദ്ധസമയത്ത് ഇറാന് ലഭിക്കുന്നുണ്ട്. അതിന് ഇറാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ റെയിൽവേ ലൈനാണ്. ഇത് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അവർ ഈ റെയിൽവേ ലൈനുകൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. ഇതൊക്കെ അമേരിക്ക ഇങ്ങനെ നോട്ടമിട്ട് വച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തുക. ആദ്യം ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കും, പിന്നീട് നിസ്സാരമായ സേനാ കേന്ദ്രങ്ങളെ ആക്രമിക്കും. അപ്പോഴും അപ്പുറത്തെ രാജ്യം പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ കൂടുതൽ കനത്ത ആക്രമണങ്ങൾ, ജനവാസ മേഖലകളെ ആക്രമിക്കുക, രാജ്യത്തെ തന്നെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുക. ഈ ആണവ ബോംബുകൾ അടക്കമുള്ള ആക്രമണങ്ങൾ ഏറ്റവും അവസാനമായിരിക്കും പരിഗണിക്കുക. അങ്ങനെയാണ് അമേരിക്കയുടെ യുദ്ധതന്ത്രം മുന്നേറുന്നത്. ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യും പോലെ യുദ്ധം ചെയ്യുന്നില്ല. കൃത്യമായ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ പാലങ്ങൾ തകർത്ത് കളഞ്ഞത്. ഇനി ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായും ഇറാന് ബന്ധപ്പെടണമെങ്കിൽ ഈ റെയിൽവേ പാലങ്ങൾ ശരിയാക്കിയേ പറ്റൂ. അതിന് മാസങ്ങൾ എടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചൈനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പക്ഷേ ഇറാൻ കാണിച്ചത് അത്രമാത്രം വൃത്തികെട്ട ഒരു പണിയാണ്. അതായത് സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ, ആയത്തുള്ള ഖമേനിയുടെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മറ്റൊരു പാതയിലൂടെ, അതായത് ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിൽ ഇറാൻ്റെ തീരത്തുകൂടി ഒരു കപ്പൽ ചാലുണ്ട്. അതുവഴി കപ്പലുകൾ കടന്നു പോകരുതെന്നും അങ്ങനെ ആരെങ്കിലും കടന്നു പോകണമെങ്കിൽ ഇറാൻ്റെ അനുമതി തേടിയിരിക്കണം എന്നുമായിരുന്നു ഇറാൻ്റെ നിലപാട്. അവിടെ ഇറാൻ കപ്പലുകൾ തടയുകയും ചുങ്കം ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വൻതോതിലാണ് കപ്പലുകളിൽ നിന്ന് ടോൾ ഇറാൻ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകളെ മറുഭാഗത്തു കൂടി രക്ഷപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുകയായിരുന്നു. അതായത് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ മറ്റൊരു വശമായ ഒമാൻ്റെ തീരത്തോടു കൂടിയുള്ള ഒരു കപ്പൽ പാത, അത് അമേരിക്ക അതുവഴി ഒരു കപ്പൽ പാത ഉണ്ടാക്കുകയും അതുവഴി ഈ കപ്പലുകളെ കടത്തിവിടുകയും ചെയ്യും. അങ്ങനെ പോയ കപ്പലുകളെയാണ് ഇറാൻ അന്ന് രാത്രി ആക്രമിച്ചത്. അതായത് ഈ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് വീണ്ടും അമേരിക്ക ആക്രമണം തുടങ്ങിയതിൻ്റെ തലേ ദിവസത്തെ രാത്രി ആക്രമിച്ചത്. ഇതാണ് അമേരിക്കയെ
അമേരിക്കയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. ഇപ്പോൾ ചൈനയും റഷ്യയും എന്തായിരിക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന വിഷയം. തങ്ങളുമായി ഇറാനെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാതയാണ് ഇപ്പോൾ അമേരിക്ക തകർത്തിരിക്കുന്നത്. ഈ യുദ്ധത്തോട് തീർച്ചയായും എതിരുള്ള അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. അവർ പലപ്പോഴും ചില ശ്രമങ്ങൾ, ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചത്. അമേരിക്ക തന്ത്രപ്രധാനമായ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ ആക്രമണം നടത്തി ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ അമേരിക്ക പയറ്റുന്നത്. ഇങ്ങനെ ഒറ്റപ്പെടുത്തിയതിനു ശേഷം കനത്ത ആക്രമണം നടത്തുക എന്നതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കനത്ത ആക്രമണത്തിന് മുന്നോടിയായി അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന കരാറിൽ എത്താം എന്ന് ഇറാനും വിചാരിക്കുന്നു. എന്തായാലും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അവിടെ പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങൾ അത് ഇല്ലാതായില്ല. അത് അവിടെ അങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സമാധാനം പരാജയപ്പെടാനും യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള കാരണമായി മാറിയത്. അതായത് ഒരു കാരണവശാലും ഇറാന് ആണവായുധങ്ങൾ അനുവദിച്ചു നൽകാൻ കഴിയില്ല എന്ന് അമേരിക്ക നിലപാടെടുത്തു. ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണ് എങ്കിൽ അത് ഞങ്ങൾ തകർക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. മാത്രമല്ല, ആണവായുധങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിൻ്റെ അടയാളമാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്. അതുകൊണ്ട് ഇതൊരു കാരണവശാലും രാജ്യത്തിന് പുറത്തേക്ക് കൊടുത്തുവിടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. കാരണം ഇറാൻ്റെ പക്കൽ ഏകദേശം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഉണ്ട്. അത് ഏതാണ്ട് 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ്. വൈദ്യുതി നിർമ്മാണത്തിനും മറ്റും 20% സമ്പുഷ്ടീകരിച്ച യുറേനിയം മതിയാകും. 90% സമ്പുഷ്ടീകരണത്തിലേക്ക് യുറേനിയം എത്തിയാൽ അവർക്ക് ആയുധമുണ്ടാക്കാൻ സാധിക്കും. ആണവായുധം ഇറാൻ ഉണ്ടാക്കിയാൽ ഉടനെ അവർ ആദ്യം പ്രയോഗിക്കുക ഇസ്രായേലിന് നേരെയായിരിക്കും. ഇത് ഭയന്നിട്ടാണ് ആണവായുധം അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണമെന്നും ഇറാൻ്റെ കയ്യിൽ അത് ഇരിക്കാൻ അനുവദിക്കില്ല എന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ നിൽക്കുന്നു. ഹോർമൂസ് കടലിടുക്കാണ് രണ്ടാമത്തെ വിഷയം. ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമായ ഒരു കടൽപാതയാണെന്നും അതുവഴി കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നുപോകാൻ കഴിയണമെന്നും അതൊരു ഇൻ്റർനാഷണൽ വാട്ടർ ആണെന്നുമാണ് അമേരിക്കയുടെ അവകാശവാദം. അമേരിക്കയുടെ അവകാശവാദം മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ് താൻ. പക്ഷേ ഇറാൻ പറയുന്നത് അത് ഞങ്ങളുടെ കടലിടുക്കാണ്, അത് ഞങ്ങളുടെ കടലിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അതുവഴി കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ ഇനി ഇറാൻ്റെ അനുമതി വേണം എന്ന് തന്നെയാണ്. ഞങ്ങൾ ആക്രമിക്കില്ല, പക്ഷേ അനുമതി വാങ്ങി അതുവഴി കടന്നു പോകാം, ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ തുറന്നു തന്നെ ഇട്ടേക്കാം എന്നാണ് ഇറാൻ്റെ നിലപാട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ അമേരിക്കയും തയ്യാറായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കയുടെ ഈ ആക്രമണത്തിന് പകരമായി അമേരിക്ക ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം എന്നുവരെ ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊന്നും വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് അമേരിക്കയും പറയുന്നു. ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു സമവായം, ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണത്തിലെങ്കിലും ഒരു സമവായം ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും പശ്ചിമേഷ്യൻ സംഘർഷം തുടരുക തന്നെ ചെയ്യും. ആ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം എളുപ്പമല്ല എന്നതും മറ്റൊരു കാര്യമാണ്. എന്തായാലും ആക്രമണം തുടരുകയാണ്, സമാധാനം ഇപ്പോഴും അകലെയാണ്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്ത് അമേരിക്ക മുന്നേറിയുകയുമാണ്.